നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. മമതയുടെ പ്രധാന എതിരാളി ആരാണോ അയാളെ തന്നെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായി അമിത് ഷാ പ്രഖ്യാപിച്ചിരിക്കുന്നു. സുവേന്ദു അധികാരി മമതയുടെ തലയിൽ ചവിട്ടി കയറി CM കസേരയിലേക്ക്. ഇതുവരെ മമത ഇരുന്ന് ഭരിച്ച തൻ്റെ അധികാരം മുഴുവൻ കാൽ ചുവട്ടിലാക്കി ബംഗാളിനെ അടക്കി ഭരിച്ച മമതയ്ക്ക് ഇനി പുറത്തിരുന്ന് സുവേന്ദുവിൻ്റെ ഭരണം കാണാം. എന്നാൽ അമിത് ഷായുടെ പ്രഖ്യാപനത്തോടെ തൻ്റെ തൃണമൂൽ കോൺഗ്രസിനെ അഴിച്ചിറക്കി വിട്ടിരിക്കുകയാണ് മമത. ബംഗാൾ അങ്ങ് കത്തിച്ചോളാനാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കസേരയിൽ നിന്ന് ഇറങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രതിഷേധവും സമരവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് മമത. അതിനിടയിൽ BJP അവരുടെ ജോലി വെടിപ്പായി ചെയ്തുകൊണ്ടിരിക്കുന്നു. BJP നേതാവ് സുവേന്ദു അധികാരി പശ്ചിമ ബംഗാളിന്റെ അടുത്ത മുഖ്യമന്ത്രിയാകും എന്നുള്ള പ്രഖ്യാപനം തൃണമൂലിനെയും അതുപോലെ തന്നെ മമതാ ബാനർജിയെയും ഇല്ലാതാക്കി കളഞ്ഞിരിക്കുകയാണ്. സംസ്ഥാനത്തൊരു BJP സർക്കാരിനെ നയിക്കുന്ന ആദ്യ നേതാവായി ഇതോടെ സുവേന്ദു മാറുകയാണ്. വെള്ളിയാഴ്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് ഔദ്യോഗികമായി സുവേന്ദു അധികാരിയുടെ പേര് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതങ്ങനെ വെറുതെ പ്രഖ്യാപിച്ചതൊന്നുമല്ല. കാരണം ഒരു കാലത്ത് സുവേന്ദു മമതാ ബാനർജിയുടെ വലങ്കൈയായിരുന്നു, അവരുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു. എന്നാൽ പിന്നീട് ഇരുവരും തമ്മിൽ തെറ്റിപ്പിരിയുന്നു. മമതയുടെ ചില നിലപാടുകൾ, ഭരണ കാര്യങ്ങൾ, അതിലൊക്കെ എതിർപ്പ് പ്രകടിപ്പിച്ച സുവേന്ദു പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നു. അങ്ങനെയാണ് BJPയുടെ കൈകളിലേക്ക് സുവേന്ദു അധികാരി എത്തുന്നത്. പിന്നീട് ഇങ്ങോട്ട് മമതയ്ക്ക് ഉറക്കമില്ലാത്ത നാളുകളായിരുന്നു. അവിടെ നിന്ന് പടിപടിയായി BJP ബംഗാളിൽ വളരുകയായിരുന്നു. എന്നാൽ മമതയ്ക്ക് ഇപ്പോൾ അടിപറ്റിയിരിക്കുന്നത് തൻ്റെ അനുയായിയായിരുന്ന ഒരാൾ ഇപ്പോൾ തൻ്റെ മുൻപിൽ CM കസേരയിലേക്ക് ഇരിക്കാൻ പോകുന്നത് മമതയെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും കണ്ടു നിൽക്കാൻ കഴിയുന്നതല്ല. പതിറ്റാണ്ടുകളായി പ്രാദേശിക ഇടതുപക്ഷ ശക്തികളെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്ന BJPക്ക് ബംഗാളിൽ ലഭിച്ച ചരിത്രപരമായ മുന്നേറ്റമാണ് ഈ പ്രഖ്യാപനത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് വിദഗ്ധർ പറയുന്നത്, രാഷ്ട്രീയ വിദഗ്ധർ പറയുന്നത്, നിരീക്ഷകർ പറയുന്നത്. 294 അംഗ നിയമസഭയിൽ മത്സരിച്ച 293 സീറ്റുകളിൽ 207 എണ്ണത്തിലും BJP വൻ വിജയം നേടിയതിന് പിന്നാലെയാണ് സുവേന്ദു അധികാരിയുടെ സ്ഥാനാരോഹണം. സുവേന്ദുവിന് തന്നെ കസേര കൊടുക്കാൻ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. അതായത്, ഒന്ന് മമതയുടെ പ്രധാന എതിരാളിയാണ്. മറ്റൊന്ന് BJPക്ക് ബംഗാളിൽ വളരാനുള്ള സൂത്രവാക്യങ്ങൾ പറഞ്ഞുകൊടുത്തതും അതിനുവേണ്ടി പ്രവർത്തിച്ചതും സുവേന്ദു അധികാരിയാണ്. മറ്റൊന്ന്, മമതയ്ക്കിട്ട് ഇനി 8ന്റെ പണി കൊടുക്കാൻ സുവേന്ദുവിനെ കൊണ്ട് തന്നെയേ കഴിയൂ എന്ന് അമിത് ഷായ്ക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം ഒരു കാലത്ത് മമതയുടെ വലങ്കൈ ആയിരുന്നല്ലോ സുവേന്ദു. അതുകൊണ്ട് തന്നെ മമതയെ പൂട്ടാനുള്ള മർമ്മം അത് കൃത്യമായി സുവേന്ദുവിനറിയാം. എവിടെ അടിച്ചാൽ മമത വീഴുമെന്നും അറിയാം. ഇത് മാത്രമല്ല, ഇക്കണ്ട കാലം അത്രയും മമതാ ബാനർജി നടത്തിയ അഴിമതികളുടെ എല്ലാ കഥകളും സുവേന്ദുവിന് പുറത്തു കൊണ്ടുവരാനാകും. അവരെ തൂക്കി അകത്തിടുക എന്നുള്ള നീക്കത്തിലേക്ക് സുവേന്ദു ഒരുപക്ഷെ കടന്നേക്കാം. അതായത് മമതാ ബാനർജിയെ കൈവിലങ്ങണിയിച്ച് ജയിലഴിക്കുള്ളിൽ തള്ളുക എന്ന നീക്കത്തിലേക്കും സുവേന്ദു പോയേക്കാം. അതിലൊരു സംശയവും വേണ്ട. കാരണം സുവേന്ദുവിനെ BJP പക്ഷത്തായതോടുകൂടി സുവേന്ദുവിനെ തീർക്കാൻ പല കളി മമതാ ബാനർജി നടത്തിയിരുന്നു. എന്നാൽ ഒന്നും ഫലവത്തായില്ല. ഒടുക്കം സുവേന്ദുവിൻ്റെ PA വരെ തീർത്തുകൊണ്ടാണ് മമതാ ബാനർജി കലി തീർത്തത്. എന്നാൽ അതുകൊണ്ടൊന്നും താൻ അവസാനിപ്പിക്കില്ല, മമതയുടെ പതനം കണ്ടേ അവരുടെ പെട്ടിക്ക് അവസാന ആണിയടിച്ചേ ഞാൻ ഇത് നിർത്തൂ എന്ന് സുവേന്ദുവും പ്രഖ്യാപിക്കുന്നു. പശ്ചിമ ബംഗാളിൻ്റെ ഭാഷാപരവും സാംസ്കാരികവുമായ വ്യക്തിത്വത്തിൽ ഊന്നിയുള്ള മണ്ണിൽ നിന്നുള്ള ഒരാളാകും മുഖ്യമന്ത്രിയെന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ BJP നേതാക്കൾ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ സുവേന്ദു അധികാരി ഈ പദവിയിലേക്ക് എത്തുമെന്ന് നേരത്തെ തന്നെ സൂചനകളും ഉണ്ടായിരുന്നു. മമതാ ബാനർജിയുടെ ഏറ്റവും സുരക്ഷിതമായ രാഷ്ട്രീയ കോട്ടയായി കരുതപ്പെട്ടിരുന്ന ഭവാനിപൂരിൽ അവരെ പരാജയപ്പെടുത്തിയതിലൂടെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ വിജയങ്ങളിലൊന്നാണ് സുവേന്ദു അധികാരി നേടിയത്. ഇതിനു പുറമെ പശ്ചിമ ബംഗാളിലെ സ്വാധീന ശക്തിയുള്ള രാഷ്ട്രീയ നേതാവായി തന്നെ മാറ്റിയ 2007 ഭൂമി ഏറ്റെടുക്കൽ വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ കേന്ദ്രമായ നന്ദിഗ്രാം മണ്ഡലവും അദ്ദേഹം നിലനിർത്തി. ഈ ആഴ്ച ആദ്യം നന്ദിഗ്രാമിൽ സംസാരിക്കവേ താൻ വിജയിച്ച 2 സീറ്റുകളിൽ 1 10 ദിവസത്തിനുള്ളിൽ ഒഴിയുമെന്ന് അധികാരി പറഞ്ഞിരുന്നു. എങ്കിലും അന്തിമ തീരുമാനം BJP നേതൃത്വത്തിൻ്റെതായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു.
ദീർഘകാലമായി സംസ്ഥാനത്ത് വേരോട്ടമുള്ള പ്രാദേശിക ഇടതുപക്ഷ ശക്തികളെ തറപറ്റിച്ചുകൊണ്ട് BJP നേടിയ ചരിത്ര വിജയത്തിന്റെ മുഖ്യ ശില്പിയാണ് ഈ 55-കാരൻ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഔദ്യോഗികമായി അദ്ദേഹത്തിന്റെ പേര് പ്രഖ്യാപിച്ചതോടെ ബംഗാളിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ പൂർണ്ണമായും മാറിമറിഞ്ഞു. ബംഗാളിൽ BJPക്ക് പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ലഭിച്ച വൻ വിജയമായിരുന്നു ഇത്. ഇതിനു മുൻപ് മമതയെ വീഴ്ത്തി അധികാരം പിടിച്ചെടുക്കാൻ പല കളി BJP കളിച്ചുവെങ്കിലും അതൊന്നും ഏറ്റില്ല. എന്നാൽ പിന്നാലെ സുവേന്ദു അധികാരിയെ തങ്ങളുടെ പാളയത്തിൽ കിട്ടിയതിന് ശേഷമാണ് ബംഗാളിൽ BJPക്ക് ഭരണം ഉറപ്പിക്കാനായത്. അപ്പോൾ തന്നെ വ്യക്തമാണ് ഭരണം പിടിക്കേണ്ടതിന്റെ സൂത്രവാക്യങ്ങൾ എന്തൊക്കെയാണെന്ന് സുവേന്ദു BJPക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളത്. മുൻ കേന്ദ്രമന്ത്രി സിസിർ കുമാർ അധികാരിയുടെ മകനായി ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ ജനിച്ച സുവേന്ദു തന്റെ കരിയർ ആരംഭിച്ചത് കോൺഗ്രസിലൂടെയായിരുന്നു. പിന്നീട് തൃണമൂൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടപ്പോൾ മമതാ ബാനർജിയുടെ വലങ്കൈയായി അദ്ദേഹം മാറി. സുവേന്ദുവിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടം 2007 നന്ദിഗ്രാം സമരമായിരുന്നു. ഇടതുപക്ഷ സർക്കാരിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്കെതിരെ കർഷകരെ അണിനിരത്തി സുവേന്ദു നയിച്ച പോരാട്ടമാണ് മമതയെ അധികാരത്തിലെത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്. എന്നാൽ പിൽക്കാലത്ത് മമതയുടെ കുടുംബവാഴ്ചയോടും അഭിഷേക് ബാനർജിയുടെ പാർട്ടിയിലെ അമിത പ്രാധാന്യത്തോടും കലഹിച്ച് സുവേന്ദു BJPയിൽ ചേരുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയുടെ രാഷ്ട്രീയ കോട്ടയായ ഭവാനിപൂരിൽ കടന്നു ചെന്ന് അവരെ നേരിട്ട് പരാജയപ്പെടുത്തി സുവേന്ദു ജൈൻ കില്ലർ എന്ന ഖ്യാതി ഉറപ്പിക്കുകയായിരുന്നു. തന്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് കാരണമായ നന്ദിഗ്രാം മണ്ഡലം നിലനിർത്തുന്നതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെ അവരുടെ തട്ടകത്തിൽ പോയി 15,000 വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത്. ഇത് രാജ്യമെങ്ങും വലിയ ചർച്ചയായി മാറി. അമിത് ഷായുടെ തന്ത്രങ്ങളും കേന്ദ്രസേനയുടെ കർശനമായ സുരക്ഷാ സംവിധാനങ്ങളും സുവേന്ദുവിന്റെ സംഘടനാ മികവിനൊപ്പം ചേർന്നപ്പോൾ തൃണമൂലിന്റെ പരമ്പരാഗത വോട്ട് ബാങ്ക് തകർന്നടിയുകയായിരുന്നു. മമതാ ബാനർജിയെ അധികാരത്തിലെത്തിക്കാൻ പല കളിയും, അതായത് പല പ്ലാനിങ്ങുകൾ നടത്തിയതും അത് നടപ്പിലാക്കിയതും ഇതേ സുവേന്ദു അധികാരി തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ അതേ സുവേന്ദു അധികാരിക്ക് തന്നെ മമതയെ താഴെ ഇറക്കാനും അറിയാമെന്ന് തെളിയിച്ചിരിക്കുകയാണ്. വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുന്ന രീതികളെ അടിച്ചമർത്താൻ UPയിലെ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റുകളെ നിരീക്ഷകരായി നിയമിച്ചത് ഉൾപ്പെടെയുള്ള വിപ്ലവകരമായ നീക്കങ്ങൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ നിർണായകമായി എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. മുഖ്യമന്ത്രി പദത്തിലേക്ക് സുവേന്ദു എത്തുമ്പോൾ അദ്ദേഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സംസ്ഥാനത്തെ രാഷ്ട്രീയ അക്രമങ്ങൾ അവസാനിപ്പിക്കുക എന്നതാണ്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ പ്രതികാര രാഷ്ട്രീയം പാടില്ലെന്ന നരേന്ദ്രമോദിയുടെ താക്കീത് സുവേന്ദുവിന് കൃത്യമായ സൂചനയാണ് നൽകുന്നത്. ബംഗ്ലാദേശി കുടിയേറ്റം, രാജ്യസുരക്ഷ, പ്രീണന രാഷ്ട്രീയം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രചരണത്തിൽ ഉടനീളം ഉയർത്തിക്കാട്ടിയ സുവേന്ദു ഇനി ഭരണാധികാരി എന്ന നിലയിൽ എങ്ങനെ ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കും എന്നതും രാജ്യം ഉറ്റുനോക്കുകയാണ്. തൃണമൂലിൽ നിന്ന് പഠിച്ച അതേ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഉപയോഗിച്ച് അവരെ തന്നെ പരാജയപ്പെടുത്തിയ സുവേന്ദു അധികാരി ബംഗാളിലെ പുതിയ രാഷ്ട്രീയ യുഗത്തിന്റെ അമരക്കാരനായി മാറിയിരിക്കുകയാണ്. സുവേന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് സുവർണ വിജയം. പക്ഷേ മമതയ്ക്ക് ഇനി തിരിച്ചു വരാൻ കഴിയുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. മമത അടപടലമാണ് തകർന്ന് താഴെ വീണിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.